Good evening, students. Today we are going to deal with the MCQs of the topic A Doll's House. Let me share the screen. Doll's House, Part 7, MCQs. Let's move on to the first question. A Doll's House is a dash act play written by Norwegian playwright Henrik Ibsen. Doll's House. എത്ര ആക്ട്സ് ആണ് ഡോൾസ് ഹൗസ് എന്ന് പറയുന്ന ഹെൻറിക് ഗിബ്സന്റെ പ്ലേയിലുള്ളത് എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ഹെൻറിക് ഗിബ്സൺ എന്ന് പറയുന്നത് നോർവീജിയൻ പ്ലേ റൈറ്റ് ആണ്. നോർവീജിയൻ പ്ലേ റൈറ്റ് ആണ് എന്ന് കൂടി ഓർത്തിരിക്കുക. അതെ, കറക്റ്റ് ആൻസർ ആണ്. 3 ആക്ട് പ്ലേ ആണ് അല്ലെ. 3 ആക്ട് ആണ് ഈ ഒരു വർക്കിലുള്ളത്. കൂടെ ഹെൻറിക് ഗിബ്സൺ നോർവീജിയൻ പ്ലേ റൈറ്റ് ആണ് എന്നുള്ളത് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നോർവീജിയൻ പ്ലേ റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ്. A Doll's House was premiered at the Royal Danish Theatre in Copenhagen, Denmark on dash. ഓക്കെ, അപ്പോൾ ഇവിടെ ഡേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ PSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ് ഡേറ്റും ഇയറും കൂടി കൊടുത്ത് ഒരു നമ്മളെയൊക്കെ ഒന്ന് കൺഫ്യൂസ് ആക്കുക എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. 22 December 1879, 21 December 1879, 22 December 1897. അപ്പോൾ ഇവിടെ നമുക്കൊരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം അല്ലെ. ആ ഡേറ്റ് തന്നെ കമന്റ് ചെയ്യൂ. ഇവിടെ നമ്മൾക്ക് ഓപ്ഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, എന്താണ് കാരണം? നമ്മളുടെ ഫിംഗേഴ്സിലൂടെ ബ്രെയിനിനെ നമുക്ക് ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് 21 December 1879 ആണ് കറക്റ്റ് ആൻസർ അല്ലെ. 21 December 1879. ഓക്കെ, അപ്പോൾ ഇനി ആരും അത് മറക്കില്ല. 21 December 1879, 879. ഓക്കെ, 879, 9 ആണ് ലാസ്റ്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Now, ഈ പ്ലേയുടെ സെറ്റിംഗ് എവിടെയാണ്? The play is set in Dr. Rank's house in Norway, the home of Helmer's family in an unspecified Norwegian town, Krogstad's office, Italy. എവിടെയാണ് ഈ പ്ലേ സെറ്റ് ചെയ്തിട്ടുള്ളത്? ഈ പ്ലേ സെറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഈ പ്ലേ സെറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഹോം ഓഫ് ഹെൽമേഴ്സ് ഫാമിലി ആണല്ലേ. ഹോം ഓഫ് ഹെൽമേഴ്സ് ഫാമിലി ഇൻ ആൻ അൺസ്പെസിഫൈഡ് നോർവീജിയൻ ടൗൺ. അപ്പൊ ഇങ്ങനെയൊക്കെ ഏത് ടൗൺ ആണ് അൺസ്പെസിഫൈഡ് നോർവീജിയൻ ടൗൺ എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ടാണ് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തത് കേട്ടോ. ദി ഹോം ഓഫ് ഹെൽമേഴ്സ് ഫാമിലി ഇൻ ആൻ അൺസ്പെസിഫൈഡ് നോർവീജിയൻ ടൗൺ. Next one. What are the names of the 3 children of Torvald and Nora in the play A Doll's House? എന്താണ് കുട്ടികളുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. കുട്ടികളുടെ പേരാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കുട്ടികൾക്ക് എന്തൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നു അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഐവറും ബോബും എമ്മിയും അല്ലെ, ഇവർ 3 പേരുമാണ് നമ്മളുടെ ടോർവൽഡിന്റെയും നോറയുടെയും കുട്ടികൾ അല്ലെ. ഐവർ, ബോബ്, എമ്മി. Okay, ഐവറും ബോബ് ആൻഡ് യെമി. Next one. Who brings the Christmas tree in Act 1 of the play A Doll's House? ആരാണ് കൊണ്ടുവരുന്നത്? ആരാണ് കൊണ്ടുവരുന്നത്? Who brings Christmas tree in Act 1? ആരാണ് ഇവിടെ? പെട്ടെന്ന് പോർട്ടർ ആണ്. കറക്റ്റ് ആണ്, പോർട്ടർ ആണ് കറക്റ്റ് ആൻസർ. ചിലപ്പോൾ നോറ ഹെൽമർ എന്നൊരു ആൻസറിലോട്ട് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്തൊക്കെ ഒരു കൺഫ്യൂഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ഇവിടെ കൊടുത്തത്. പോർട്ടർ ആണ് കറക്റ്റ് ആൻസർ. എല്ലാവരും കറക്റ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞത്. പോർട്ടർ ആണ്, പോർട്ടർ. ഓക്കെ, പോർട്ടർ. ഇനി പോർട്ടറിന് കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. വാട്ട് ഈസ് ദി കോസ്റ്റ് ഓഫ് ക്രിസ്മസ് ട്രീ ഇൻ ദി പ്ലേ ഡോൾസ് ഹൗസ്? എത്രയാണ്? വാട്ട് ഈസ് ദി കോസ്റ്റ്? ക്രിസ്മസ് ട്രീയുടെ യഥാർത്ഥ കോസ്റ്റ് എത്രയാണ്? 6 shillings ആണോ?
6 shillings ആണോ? അവിടെയാണ് ആ ഡൗട്ട് വരുന്നത്. കണ്ടോ, 6 shillingsഉം 6 പെൻസും തന്നപ്പോ ഒരു ഡൗട്ട് വന്നു അല്ലേ? എത്രയാണ്? 6 pence ആണ് അല്ലേ? 6 pence ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി എന്തുകൊണ്ട് ഷില്ലിംഗ് എന്ന് പറയുന്ന ഒരു ഡൗട്ട് നിങ്ങൾക്ക് വന്നു എന്നതുകൂടി ഞാൻ ക്ലാരിഫൈ ചെയ്യാം. അതായത് നമ്മളുടെ നോറ ആ പോർട്ടറിന് കൊടുക്കുന്നത് 1 shilling ആണ്. നോട്ട് ചെയ്യൂ, 1 shilling ആണ് നോറ പോർട്ടറിന് കൊടുക്കുന്നത്. അപ്പോ 6 pence ആയിരുന്നു, 1 shilling കൊടുക്കുന്നു. ഈ 1 shilling ഈസ് ഈക്വൽ ടു 12 pence ആണ് കേട്ടോ. 1 shilling ഈസ് ഈക്വൽ ടു 12 pence ആണ്. നമ്മൾ നേരത്തെ കണ്ടു ഡബിൾ ദി എമൗണ്ട്, ഡബിൾ ദി എമൗണ്ട് എന്നൊക്കെ കീവേഡ് ഞാൻ തന്നിരുന്നു, ഓർക്കുന്നുണ്ടോ? ഡബിൾ ദി എമൗണ്ട് ആണ് പോർട്ടറിന് കൊടുത്തത് എന്ന്. ഓക്കെ, അപ്പൊ 1 shilling ആണ് പോർട്ടറിന് കൊടുത്തത്. ഈ 1 shilling ഈസ് ഈക്വൽ ടു 12 pence. 12 pence. ശരിക്കും ക്രിസ്മസ് ട്രീയുടെ വില 6 ആണ് അല്ലെ? 6 pence ആണ്. ക്ലിയർ ആയോ? അതെ, 1 shilling 12 pence. ഓക്കെ, അപ്പൊ ഈ ഡബിൾ ദി എമൗണ്ട് ആണ് പോർട്ടറിന് കൊടുത്തത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ അതെ, അതിന്റെ ഒരു ക്ലാരിറ്റി ആണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്വീറ്റ് ഈസ് ഫോർബിഡൻ ഇൻ ഹെൽമേഴ്സ് ഹൗസ്? ഏത് സ്വീറ്റ് ആണ്? ഏത് സ്വീറ്റ് ആണ് ഫോർബിഡൻ ഇൻ ഹെൽമേഴ്സ് ഹൗസ്? നോ ഡൗട്ട് അല്ലേ, മാക്കറൂൺസ് ആണ്. മാക്കറൂൺസ്. അടുത്തത്, whom does Torvald Helmer call a spendthrift in the play A Doll's House? ആരെയാണ് ടോർവൾഡ് ഹെൽമർ സ്പെൻത്രിഫ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത്? ടോർവൾഡ് ഹെൽമർ ആരെയാണ് സ്പെൻത്രിഫ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത്? നോറയെയാണ് അല്ലെ? നോറയെയാണ്. ആ ഒരു ആക്ട് 1-ലാണ് സ്പെൻത്രിഫ്റ്റ് എന്ന രീതിയിൽ ഒരു വിശേഷണം കൊടുക്കുന്നത്, നോറ. Now, what is the mode of transportation Mrs. Lind അല്ലെങ്കിൽ Kristen Lind uses to reach Nora's town? ഏത് ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് അവർ വന്നത്, മിസ്സസ് ലിൻഡ് വരുന്നത് എന്ന് പറയുന്നുണ്ട്. ഏതാണത്? സ്റ്റീമർ ആണ് അല്ലെ? സ്റ്റീമർ ആണ്, ട്രെയിൻ അല്ല, സ്റ്റീമർ. സ്റ്റീമർ എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സ്റ്റീമർ. ട്രെയിൻ എന്ന രീതി ഇത് പറയാം നമുക്ക്. സ്റ്റീമർ എന്നാണല്ലോ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു വേർഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം, സ്റ്റീമർ. ഓക്കെ, സ്റ്റീമർ എന്ന് തന്നെ യൂസ് ചെയ്യൂ, സ്റ്റീമർ. സ്റ്റീമർ ആണ് കറക്റ്റ്. Helmer says that Nora is like her own dash. Her own dash. ആരെ പോലെയാണ്? നോറയുടെ ക്യാരക്ടർ ആരെ പോലെയാണ് എന്ന് ടോർവൾഡ് ഹെൽമർ പറയുന്നു? ഫാദറിനെ പോലെയാണ് അല്ലെ? അത് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഫാദറിനെ പോലെ ഫൈൻ സ്പീച്ചസ് ഡെലിവർ ചെയ്യണ്ട എന്ന രീതിയിൽ. അപ്പൊ ഫൈൻ സ്പീച്ചസ് ആരെ പോലെ ഡെലിവർ ചെയ്യണ്ട എന്നാണ് ടോർവൾഡ് പറയുന്നത് എന്ന് ചോദിക്കാം. അവിടെയും ഫാദർ ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഫാദർ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി വരാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ ഇവിടെ ഹെൽമർ സേസ് ദാറ്റ് നോറ ഈസ് ലൈക്ക് ഹെർ ഓൺ ഫാദർ. Now, who is referred to as Miss Sweet Tooth in the play A Doll's House? ആരെയാണ് മിസ് സ്വീറ്റ് ടൂത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്? മിസ് സ്വീറ്റ് ടൂത്ത് മാക്കറൂൺസ് കഴിച്ചു കഴിഞ്ഞാൽ മിസ് സ്വീറ്റ് ടൂത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത് നോറയെയാണ് അല്ലെ? ടോർവൾഡ് ഹെൽമർ ആണ് മിസ് സ്വീറ്റ് ടൂത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. മിസ് സ്വീറ്റ് ടൂത്ത്. Now, next question. What is the profession of Torvald Helmer in the play A Doll's House? ഇവിടെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് എന്ന് വിചാരിക്കുക. ബാങ്ക് എംപ്ലോയർ അല്ലെങ്കിൽ ബാങ്ക് മാനേജർ എന്ന് കൂടി തരുവാണെങ്കിലും നിങ്ങൾ ബാരിസ്റ്റർ എന്ന് തന്നെ ആൻസർ എഴുതണം. കാരണം ടോർവൾഡ് ബൈ പ്രൊഫഷൻ ഒരു ബാരിസ്റ്റർ ആണ്, ഒരു ലോയർ ആണ്. ബാരിസ്റ്റർ ലോയർ സെയിം അല്ലെ? ഇവിടെ ലോയറും കേട്ടോ, രണ്ടും സെയിം ആണ് കേട്ടോ, ഞാനത് കണ്ടില്ല. ഓക്കെ, ബാരിസ്റ്റർ ലോയർ എന്ന് പറഞ്ഞു, ബാരിസ്റ്റർ എന്ന് പറഞ്ഞാലും ലോയർ എന്ന് പറഞ്ഞാലും നമുക്ക് സെയിം ആയിട്ട് തന്നെ എടുക്കാം. ഇനി അദ്ദേഹത്തിന് ഒരു പുതിയ ജോബ് ലഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ജോബ് ലഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ഒരു ബാങ്കിലാണ്, ബാങ്ക് മാനേജർ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയൊന്നും ചോദ്യം വരാൻ ചാൻസ് ഇല്ല. അദ്ദേഹത്തിന് ജോബ് ലഭിച്ചിരിക്കുന്നത് ബാങ്ക് മാനേജർ ആയിട്ടാണ്. അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ, പുതിയ ന്യൂ ഇയറിൽ അദ്ദേഹം ബാങ്ക് മാനേജർ ആയിട്ടാണ്
പ്രൊമോട്ട് ആവാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലെ. അത് വ്യക്തമായിട്ട് ആ ഒരു ലൈൻ നമ്മൾക്ക് നമ്മളുടെ വർക്കിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ബാരിസ്റ്റർ ബൈ പ്രൊഫഷൻ, ഞാൻ ലോയർ എന്ന് കൊടുത്തത് ഞാൻ കണ്ടില്ല. ലോയർ ബൈ പ്രൊഫഷൻ എന്ന് പറഞ്ഞാലും നമുക്ക് തെറ്റില്ല. ബാങ്ക് മാനേജർ, ജോബ് ചെയ്യുന്നത് ബാങ്ക് മാനേജർ ആയിട്ടാണ് എന്ന രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, now next one. How long did Nora and Torvald Helmer spend in Italy? അവർ ഇറ്റലിയിൽ എത്ര നാൾ ഉണ്ടായിരുന്നു? ടോർവൾഡ് ഹെൽമറിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അവർ ഇറ്റലിയിൽ പോകുന്നത്. ഇറ്റലിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് സാജിത, ഇറ്റലിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് അവര് പൈസ കടം വാങ്ങുന്നത് അല്ലേ. അപ്പോ എത്ര നാൾ അവർ ഇറ്റലിയിൽ ഉണ്ടായിരുന്നു? എത്ര നാൾ ഉണ്ടായിരുന്നു? സജിതേനും രമ്യ, എന്താണിത്? 3 years. ഷൈനി 1 year അല്ലേ? 1 year ആണ്. They spend a whole year എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. They spend a whole year in Italy എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 1 year ആണ് അവര് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇറ്റലിയിൽ ഉണ്ടായിരുന്നത്. 1 year ആണ് കേട്ടോ, 1 year. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പൊ പെട്ടെന്ന് നമ്മളുടെ മനസ്സിൽ മറ്റൊരു 8 ഇരിപ്പുണ്ട് അല്ലെ. ആ 8 year ആൻസർ വരുന്നത് വേറൊരു ചോദ്യത്തിനാണ്. 8 year ഇവിടെയല്ല ആൻസർ വരുന്നത്. ആ ചോദ്യം ഇവിടെ ഉണ്ട്, വരും. ഓക്കെ, അപ്പൊ ഇവിടെ 1 year ആണ്. ഹൗ ലോങ് ഡിഡ് നോറ ആൻഡ് ടോർവൾഡ് ഹെൽമർ സ്പെൻഡ് ഇൻ ഇറ്റലി എന്ന് ചോദിച്ചാൽ 1 year ആണ് ഇവിടെ ആൻസർ. 1 year. ഓക്കെ, വാട്ട് ഓഡ് ജോബ്സ് ഡിഡ് നോറ ഡു ടു സേവ് മണി? അപ്പൊ നോറ ഒരുപാട് ഓഡ് ജോബ്സ് ചെയ്യുമായിരുന്നു ഈ ഡെപ്റ്റ് വീട്ടാൻ, ഈ ഡെപ്റ്റ് തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതെന്തൊക്കെയാണ്, അത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ട്യൂട്ടറിങ്, സ്വിങ്, എംബ്രോയിഡറി, നീഡിൽ വർക്ക്, ക്രോഷേ ആൻഡ് കോപ്പിയിങ്, മേക്കിംഗ് ഡ്രസ്സസ്, ട്യൂട്ടറിങ്. ഏതാണ്? നീഡിൽ അല്ലെ. നീഡിൽ, ക്രോഷേ ആൻഡ് കോപ്പിയിങ് ആണ് അല്ലെ. ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വെരി ഗുഡ്. ഇനി ഹൗ മച്ച് മണി ഡിഡ് നോറ ബോറോ? എത്ര എമൗണ്ട് ആണ് നോറ ബോറോ ചെയ്തത്? എത്രയാണ്? 250 ആണ് അല്ലെ. ഈ 250യുടെ കൂടെ തന്നെ പൗണ്ട്സ് എന്ന് കൂടി പഠിച്ചോളണം കേട്ടോ. ഇനി 250 ഷില്ലിങ്സ് എന്നോ 250 പെൻസ് എന്നോ 250 പൗണ്ട്സ് എന്നൊക്കെ തരുമ്പോൾ നിങ്ങൾ എന്താണ് എന്ന് ഷില്ലിങ്സ് എന്ന് എഴുതി വെക്കുന്നവരുണ്ടാവാം, പെൻസ് എന്ന് എഴുതുന്നവരുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പൊ 250 ആണെന്ന് അറിയാം, അതിന്റെ ഇപ്പുറത്ത് എന്താണെന്ന് അറിഞ്ഞില്ല എങ്കിൽ ഒരു പക്ഷെ ഓപ്ഷൻസ് അതുപോലെ കൺഫ്യൂസിങ് ആണെങ്കിൽ നമ്മൾ പെട്ടു അല്ലെ. 250 പൗണ്ട്സ് ആണ്. What was mentioned by Nora as the saddest time she had known since her marriage? ഏതാണ്? ഏത് ഒരു ഇൻസിഡന്റിനെയാണ് അവർ സാഡസ്റ്റ് ടൈം എന്ന രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്? ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് ബിയും ഡിയിലുമായിരിക്കും. അത് നമ്മളുടെ കീവേഡ്സ് നോക്കിയിട്ടുള്ളവർക്ക് ആ ഒരു കൺഫ്യൂഷൻ വരില്ല. അവർ പറയും. അതെ, പറയൂ. What was mentioned by Nora as the saddest time? ഫാദറിന്റെ ഡെത്ത് ആണ് അല്ലെ. ഫാദറിന്റെ ഡെത്ത് ആണ്. ഓക്കെ, ഫാദറിന്റെ ഡെത്തിനെയാണ് സാഡസ്റ്റ് ടൈം എന്ന രീതിയിൽ നമ്മളുടെ ടെക്സ്റ്റില് നോറ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഇത് ബേസ് ചെയ്തിട്ട്. ഓക്കെ, ഫാദേഴ്സ് ഡെത്ത് ആണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ളൊരു ടൈം എന്ന രീതിയിൽ പറയുന്നത്. What type of work was Mrs. Lind doing? Mrs. Lind ഏത് ടൈപ്പ് ഓഫ് വർക്ക് ആയിരുന്നു ചെയ്തിരുന്നത്? അവര് ഈ ഒരു ജോബിലോട്ട് ഇപ്പോ ജോബ് അന്വേഷിച്ച് വന്നിരിക്കുവാണ്. അപ്പൊ അതിനു മുൻപ് അവർ എന്തൊക്കെ ചെയ്തിരുന്നു എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾക്ക് കാണാം. അത് ടൈപ്പിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ് ആണോ, റണ്ണിങ് എ സ്മോൾ സ്കൂൾ ആൻഡ് ട്യൂട്ടറിംഗ്, റണ്ണിങ് എ സ്മോൾ ഷോപ്പ് ആൻഡ് സ്മോൾ സ്കൂൾ, സ്വിങ് ആൻഡ് എംബ്രോയിഡറി. ഇവിടെ നമ്മൾ കീവേഡിൽ നമ്മൾ പഠിച്ചു സ്മോൾ സ്കൂൾ സ്മോൾ ഷോപ്പ് അല്ലെ. സ്മോൾ സ്കൂൾ സ്മോൾ ഷോപ്പ് ആരുമായിട്ട് അസോസിയേറ്റഡ് ആണ്? മിസ്സസ് ലിൻറ്റുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പെട്ടെന്ന് ബി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ സ്മോൾ സ്കൂൾ ആൻഡ് ട്യൂട്ടറിംഗ് എന്ന രീതിയിൽ ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് നമ്മൾ കീവേഡ്സ് കൊടുത്തത്. സ്മോൾ ഷോപ്പ് ആൻഡ് സ്മോൾ സ്കൂൾ, സ്മോൾ ഷോപ്പ് ആൻഡ് സ്മോൾ സ്കൂൾ.
When did Nora's father die? നമ്മളുടെ ഈ ഒരു വർക്കിൽ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു ഡേറ്റ് ആണ് ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് നിന്നും ആഗ്രഹിക്കുന്നത് പറയാൻ. ഈ ഒരു ഡേറ്റ് കീവേഡ്സിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. When did Nora's father die? എന്നാണ് 29 സെപ്റ്റംബർ എന്നൊരു ഡേറ്റ് ആണ് അല്ലെ. 29 സെപ്റ്റംബർ. 29 സെപ്റ്റംബർ. ഓപ്ഷൻസ് കമന്റ് ചെയ്യാതിരിക്കൂ. എല്ലാവരും ഒന്ന് ആൻസേഴ്സ് കാണട്ടെ, ഒരു വിഷ്വൽ ഇത് കൂടി കിട്ടട്ടെ. 29 സെപ്റ്റംബർ. 29 സെപ്റ്റംബർ. Next question. Who said the law cares nothing about motives? ഈ law cares nothing about motives എന്ന് പറയുന്നത് അവര് നമ്മളുടെ ആ ഒരു ഇൻസ്റ്റൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്രോക്സ്റ്റഡിനോട് നോറ പറയുന്നുണ്ട്, എന്റെ മോട്ടീവ് ശരിയായിരുന്നു, ഞാൻ ഫോർജറി ചെയ്തെങ്കിൽ അതൊരു നല്ല കാര്യത്തിന് വേണ്ടി ആയിരുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട്. അവിടെ നമ്മുടെ ക്രോക്സ്റ്റഡ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ദി ലോ കെയർസ് നത്തിങ് അബൌട്ട് മോട്ടീവ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഇത് ആര് പറയുന്നതാണ് എന്നാണ് ചോദ്യം. ഇപ്പൊ ആൻസർ എല്ലാവർക്കും മനസ്സിലായി കാണും. ക്രോക്സ്റ്റഡിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളുക. ദി ലോ കെയർസ് നത്തിങ് അബൌട്ട് മോട്ടീവ്സ്. ഓക്കെ. Who is referred to as Little Miss Obstinate? നമ്മളുടെ ടോർവൾഡ് ഹെൽമർ ആണ് ലിറ്റിൽ മിസ് ഒബ്സ്റ്റിനേറ്റ് എന്ന് ആരെ വിശേഷിപ്പിക്കുന്നത്? ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? ലിറ്റിൽ മിസ് ഒബ്സ്റ്റിനേറ്റ്. ലിറ്റിൽ മിസ് ഒബ്സ്റ്റിനേറ്റ്. ലിറ്റിൽ മിസ് ഒബ്സ്റ്റിനേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് നോറയെയാണ് അല്ലെ. നോറയെയാണ് ലിറ്റിൽ മിസ് ഒബ്സ്റ്റിനേറ്റ്. What does Nora show to Dr. Rank? ഡോക്ടർ റാങ്കിനെ നോറ ഷോ ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിക്കുന്നു. എന്തായിരുന്നു? ആ ഒരു ഫേവർ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ടിട്ടാണ് ഒരു ഫ്ലേർട്ടിംഗ് എന്ന രീതിയിൽ പെയർ ഓഫ് സിൽക്ക് സ്റ്റോക്കിങ്സ് അല്ലെ, പെയർ ഓഫ് സിൽക്ക് സ്റ്റോക്കിങ്സ് ആണ് ഷോ ചെയ്യുന്നത്. സിൽക്ക് സ്റ്റോക്കിങ്സ് ആണ് അല്ലെ, സിൽക്ക് സ്റ്റോക്കിങ്സ്. ഇനി ക്രോക്സ്റ്റഡ് ആരെയാണ് ഹാർട്ട്ലെസ് വുമൺ എന്ന് വിശേഷിപ്പിക്കുന്നത്? ക്രോക്സ്റ്റഡ് ആരെ ആയിരിക്കും ഹാർട്ട്ലെസ് വുമൺ എന്ന് വിശേഷിപ്പിക്കാൻ സാധ്യത? ക്രോക്സ്റ്റഡിനെ ബേസ് ചെയ്ത് ആരെ ആയിരിക്കും? നോ ഡൗട്ട് അല്ലെ, മിസ്സസ് ലിൻഡിനെയാണ്. മിസ്സസ് ലിൻഡിനെയാണ്. ഓക്കെ, മിസ്സസ് ലിൻഡ്, ഹാർട്ട്ലെസ് വുമൺ. അത് മിസ്സസ് ലിൻഡ് സമ്മതിക്കുന്ന ഒരു മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടിക്കാണ്. ഈ ഹാർട്ട്ലെസ് വുമൺ എന്ന് മാത്രമല്ല, ഒരു കോട്ട് ഉണ്ട് അവിടെ, അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് ഒരു ടെസ്റ്റ് പേപ്പറിലൊക്കെ ആഡ് ചെയ്യാം. ഈ ഹാർട്ട്ലെസ് വുമൺ എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കീവേഡ് കിട്ടിയല്ലോ, അത് ക്രോക്സ്റ്റഡ് ആണ് പറയുന്നതെന്ന്. ഓക്കെ, മിസ്സസ് ലിൻഡിനെ കുറിച്ചാണ് പറയുന്നത്. Who uses cigars of dark Havanas? സിഗാർസ് ഓഫ് ഡാർക്ക് ഹാവനാസ് യൂസ് ചെയ്യുന്ന ആരാണ്? ഇത് ആര് പറയും എന്ന് നോക്കട്ടെ. ഇത് നമ്മളുടെ കീവേഡ്സിൽ കൊടുത്തിട്ടില്ല. ഇത് യൂസ് ചെയ്യാൻ സാധ്യതയുള്ളത് ആരായിരിക്കും? യൂസ് ചെയ്യാനുള്ളൊരു സാധ്യത ഡോക്ടർ റാങ്ക് ആണ് കേട്ടോ. ഇതിന്റെ ആൻസർ ഡോക്ടർ റാങ്ക് ആണ്. ഡോക്ടർ റാങ്ക് ആണ് സിഗാർസ് ഓഫ് ഡാർക്ക് ഹാവനാസ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. ഡോക്ടർ റാങ്ക് ആണ്. ഡോക്ടർ റാങ്ക് ആണ് കേട്ടോ. ഡോക്ടർ റാങ്ക്. അടുത്തത് നമ്മളുടെ ഡോക്ടർ റാങ്കിനെ ബേസ് ചെയ്ത് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് ദി ബ്ലാക്ക് ക്രോസ്? ഈ ബ്ലാക്ക് ക്രോസ് ആരുമായിട്ട് അസോസിയേറ്റഡ് ആണ്? ഡോക്ടർ റാങ്കുമായിട്ട് അസോസിയേറ്റഡ് ആണ് അല്ലെ. സോ വാട്ട് ഡസ് ബ്ലാക്ക് ക്രോസ് റെപ്രസെന്റ്? എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഡെത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു അല്ലെ. ഡെത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. നേരത്തെ 8 years എന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു. ടോർവാൾഡ് ആൻഡ് നോറ ആർ ഹാവിംഗ് എ സീരിയസ് കോൺവെർസേഷൻ ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ്? അവരുടെ മാരേജിന് ശേഷം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഈ ഒരു സീരിയസ് കോൺവെർസേഷനിൽ എത്തുന്നത്, ഈ ഒരു സീരിയസ് കോൺവെർസേഷനിൽ വരുന്നത്? അതിനു മുൻപ് ഇങ്ങനെയൊന്നും അവർ ഡിസ്കസ് ചെയ്തിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു സീരിയസ് കോൺവെർസേഷനിൽ അവർ എത്തിയിട്ടില്ല. 8 years ആണ് അല്ലെ. 8 years ആണ്. 8 years.
Who offers to protect Nora like a 100 dove? 100 dove പോലെ നോറയെ ട്രീറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ആരാണ്? ലൈക്ക് എ 100 dove അങ്ങനെ പറയുന്ന ആരാണ്? ടോർവൾഡ് ആണ് അല്ലേ? ടോർവൾഡ് ആണ് അങ്ങനെ പറയുന്നത്. 100 dove. Torvald Helmer. What are the sacred duties according to Torvald? Sacred duties നിർവഹിക്കണം, നിനക്ക് അങ്ങനെ പോവാൻ പറ്റില്ല എന്ന് നോറയോട് ടോർവൾഡ് പറയുന്നുണ്ട്. What are the sacred duties according to Torvald? Duties to oneself, duties towards parents, duties towards husband and children, duties to society. Duties to husband and children അല്ലേ? ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ അത് നിർവഹിക്കണം എന്നാണ് പറയുന്നത് അല്ലെ? ഡ്യൂട്ടീസ് ടു ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. വാട്ട് ആർ സേക്രഡ് ഡ്യൂട്ടീസ് അക്കോർഡിംഗ് ടു നോറയല്ല. അക്കോർഡിംഗ് ടു നോറയാണെങ്കിൽ ആൻസർ വേറെയാണ്. ഓക്കെ, ഡ്യൂട്ടീസ് ടു വൺ സെൽഫ് ആണ്. സോ വാട്ട് ആർ സേക്രഡ് ഡ്യൂട്ടീസ് അക്കോർഡിംഗ് ടു ടോർവൾഡ് ആണെങ്കിൽ നമ്മുടെ ആൻസർ ഡ്യൂട്ടീസ് ടു ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡസ് നോറ ചൂസ് ഓവർ സേക്രഡ് ഡ്യൂട്ടീസ് മെൻഷൻഡ് ബൈ ടോർവൾഡ്? ടോർവൾഡ് സേക്രഡ് ഡ്യൂട്ടീസ് നിർവഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ നോറ എന്താണ് ചൂസ് ചെയ്തത്? ഹെർ ഓൺ ഹാപ്പിനെസ്, ഹെർ ലവ് ഫോർ ഹെർ ചിൽഡ്രൻ, ഹെർ ലോയൽറ്റി ടു ഹെർ ഫ്രണ്ട്സ്, ഹെർ ഫ്രീഡം. എന്താണ് ചൂസ് ചെയ്തത്? ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ പറയണേ. ഹെർ ഫ്രീഡം. അതെ, എന്താണ്? ഹെർ ഫ്രീഡം ആണ് സെലക്ട് ചെയ്തത് അല്ലേ? ഹെർ ഫ്രീഡം ആണ് സെലക്ട് ചെയ്തത്. ഫ്രീഡം. ഓക്കെ, നമ്മുടെ MCQs കഴിഞ്ഞു. ഇനി നമ്മുടെ റാങ്ക് മേക്കിംഗ് പോയിന്റ്സിലോട്ട് പോവാം. ദി സ്വീഡിഷ് പ്ലേ റൈറ്റ് ഓഗസ്റ്റ് സ്ട്രിൻബർഗ് ക്രിറ്റിസൈസ് ദ പ്ലേ. ഡോൾസ് ഹൗസിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വോളിയം, ഒരു വർക്കാണ് എസ്സേസും ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ഉള്ളത്. ആ വർക്കിന്റെ പേരാണ് ഗെറ്റിംഗ് മാരിഡ്. 1884 ഈ ഒരു വർക്ക് പുറത്തു വരുന്നത്. അപ്പോൾ ആ ഒരു സെയിം ടൈം ആണല്ലേ, 79-84, വലിയ വ്യത്യാസമില്ല. ഓക്കെ, 84 ഇവിടെ നോറയുടെ വാക്കിംഗ് ഔട്ട്, സ്ലാമിംഗ് ഡോർ, അതിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സ്ട്രിൻബർഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വർക്കാണ് ഗെറ്റിംഗ് മാരിഡ്. സ്വീഡിഷ് പ്ലേ റൈറ്റ് ആണ് കേട്ടോ. അതുപോലെ മിറിയം ഷീനിയർ, അവരുടെ ഒരു ആന്തോളജിയാണ് ഫെമിനിസം ദി എസെൻഷ്യൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്. ഓക്കെ, ഈ ഒരു വർക്കിനെ, നമ്മളുടെ ഡോൾസ് ഹൗസിനെ ഒരു എസെൻഷ്യൽ ഫെമിനിസ്റ്റ് വർക്ക് എന്ന രീതിയിൽ പോർട്രേ ചെയ്യുന്നുണ്ട്. ഒരു എസെൻഷ്യൽ ഫെമിനിസ്റ്റ് വർക്ക് എന്ന രീതിയിൽ പോർട്രേ ചെയ്യുന്നു. അതുപോലെ തന്നെ ഐക്കണോക്ലാസ്റ്റ് എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ളത് ജെയിംസ് ഹ്യൂൻകർ ആണ്. 1905 ഐക്കണോക്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു വർക്ക് എഴുതുന്നത്. ഓക്കെ, അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ദാറ്റ് സ്ലാംഡ് ഡോർ reverberated across the roof of the world. That slammed door reverberated across the roof of the world. ഇത് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഐക്കണോക്ലാസ്റ്റ് എന്ന വർക്കില് 1905 ജെയിംസ് ഹ്യൂൻകർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ദാറ്റ് സ്ലാംഡ് ഡോർ reverberated across the roof of the world. അതുപോലെ അദ്ദേഹത്തിന്റെ 100th ആനിവേഴ്സറി 2006 അദ്ദേഹത്തിന്റെ 100th ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു. അന്ന് അദ്ദേഹത്തിനെ കമമറേറ്റ് ചെയ്ത് ഇപ്സൺ ഇയർ എന്ന രീതിയിൽ ആചരിച്ചു. ഇപ്സൺ ഇയർ 2006. അതുപോലെ 2008 ഓൺവേർഡ്സ് നമ്മളുടെ ഇന്ത്യയിൽ ഡൽഹി ഇപ്സൺ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നടക്കുന്നുണ്ട്. അത് ദി ഡ്രമാറ്റിക് ആർട്ട് ആൻഡ് ഡിസൈൻ അക്കാഡമി DADA നോർവീജിയൻ എംബസിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്, ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഡൽഹി ഇപ്സൺ ഫെസ്റ്റിവൽ. 2008 ഓൺവേർഡ്സ് ആണ് നടക്കുന്നത് കേട്ടോ. ഈ ഡൽഹി ഇപ്സൺ ഫെസ്റ്റിവൽ ഇന്ത്യയിൽ എവിടെയാണ് നടക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വളരെ ടഫായിട്ടൊന്നും ചോദിക്കില്ല. ഇപ്സൺ ഫെസ്റ്റിവൽ നടക്കുന്ന ഇന്ത്യയിലെ ആ ഒരു പ്ലേസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയാണ്. ഓക്കെ,
Ibsen Festival, Ibsen year 2006. Ibsen Society of America, അത് 1978 അത് അദ്ദേഹത്തിന്റെ 150th ബർത്ത് ആനിവേഴ്സറി മാർക്ക് ചെയ്തുകൊണ്ടാണ് ആ ഒരു സംഭവം ഇത് ചെയ്യുന്നത്, സൊസൈറ്റി ഫോം ചെയ്യുന്നത്. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ഡോക്യുമെന്റ്സിന്റെയും വളരെ വേൾഡിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമുണ്ട്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ, യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു യുനെസ്കോയുടെ ഇനിഷ്യേറ്റീവില് നമ്മളുടെ നോറ എന്ന ക്യാരക്ടർ ഒരു പാർട്ടാകുന്നു. അതില് നോറയെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? എ സിംബൽ ത്രൂ ഔട്ട് ദ വേൾഡ് ഫോർ വുമൻ ഫൈറ്റിംഗ് ഫോർ ലിബറേഷൻ ആൻഡ് ഇക്വാലിറ്റി. എ സിംബൽ, നോറ എന്ന് പറയുന്നത് ഒരു സിംബൽ ത്രൂ ഔട്ട് ദ വേൾഡ് ഫോർ വുമൻ ഫൈറ്റിംഗ് ഫോർ ലിബറേഷൻ ആൻഡ് ഇക്വാലിറ്റി എന്ന രീതിയിൽ അവരെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, ഒരു ഐക്കോണിക് സ്റ്റാറ്റസ് അവർക്ക് കൊടുത്തിരിക്കുന്നു. എവിടെ? യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ, യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ. നെക്സ്റ്റ് മൈക്കൽ ഗോൾഡ്മാൻ എന്ന് പറയുന്ന ഒരു റൈറ്റർ. അദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് ഇബ്സൺ ദ ഡ്രമാറ്റർജി ഓഫ് ഫിയർ. ദി ഡ്രമാറ്റർജി ഓഫ് ഫിയർ എന്ന് പറയുന്നത് മൈക്കൽ ഗോൾഡ്മാന്റെ വർക്കാണ്. ഈ ഒരു വർക്കില് ഈ ഇബ്സന്റെ വർക്ക്സ് എങ്ങനെയാണ് തിയേറ്ററിനെ അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷനൊക്കെ എതിരായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ്, ഒപ്പീനിയൻസിനെ ബാധിക്കുന്നത്, സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതിൽ ഡോൾസ് ഹൗസും ഒരു ഭാഗമാകുന്നു. അപ്പോൾ മൈക്കൽ ഗോൾഡ്മാൻ ആണ് കേട്ടോ, മൈക്കൽ ഗോൾഡ്മാൻ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് 15 years, ഹെൻറിക് ഇബ്സന്റെ ലാസ്റ്റ് 15 years അദ്ദേഹത്തിന്റെ കരിയറിലെ ലാസ്റ്റ് 15 years എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു ഡയലക്റ്റിക്കൽ സൂപ്രമസി, ഡ്രമാറ്റിക് ഫോമിലൊക്കെ വളരെ വ്യത്യസ്തത, നമ്മൾ ഫാദർ ഓഫ് റിയലിസം എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തിനെ ആ ഒരു ആപ്റ്റായിട്ട് അങ്ങനെ പറഞ്ഞ് നമുക്കറിയാമല്ലോ. സിംബോളിസം, ഒരു സൈക്കോളജിക്കൽ ഇൻസൈറ്റ്സ് ഒക്കെ അദ്ദേഹത്തിന്റെ വർക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഫ്രോയിഡ് ഓഫ് ദി തിയേറ്റർ എന്ന രീതിയിൽ ജനങ്ങൾ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്കൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പേരെന്ന രീതിയിൽ പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ വർക്ക്സ് വളരെ വ്യത്യസ്തമാകുന്നത്, അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന റിയലിസം, സിംബോളിസം, സൈക്കോളജിക്കൽ ഇൻസൈറ്റ്സ് ഒക്കെ അദ്ദേഹത്തിന്റെ വർക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അത് ആ ഒരു കാലഘട്ടത്തിൽ വളരെ വ്യത്യസ്തമായ വർക്ക്സ് തന്നെയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലും ഇന്നും നോറ എന്ന ഐക്കോണിക് ക്യാരക്ടറിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പൊ ഫ്രോയിഡ് ഓഫ് തിയേറ്റർ, അതായത് ഈ ഇബ്സന്റെ ക്യാരക്ടേഴ്സിനെ എടുത്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫ്രോയിഡും ഒക്കെ അനലൈസ് ചെയ്തിട്ടുണ്ട് ഇബ്സന്റെ ക്യാരക്ടേഴ്സിനെ, സൈക്കോളജിക്കൽ അനാലിസിസിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രോയിഡ് ഓഫ് ദ തിയേറ്റർ എന്ന രീതിയിൽ ഒരു വിശേഷണം ജനങ്ങൾ ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഹെൻറിക് ഇബ്സന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഡോൾസ് ഹൗസ് എന്ന് പറയുന്ന വർക്ക്. എല്ലാവർക്കും മാക്സിമം ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മളുടെ കീവേഡ് മെത്തേഡും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് MC ബ്രാഡ് ബുക്കിന്റെ ഒരു കമന്റ്, ഒരു ലിറ്റററി കമന്റ് സാൻഡ്ര ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോട്ട് ചെയ്യാം, സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും എടുത്ത് വെച്ചോളൂ, ഒന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നാണ് വിശ്വാസം. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് പേപ്പറിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ആഡ് ഓൺ ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ, ഗുഡ് നൈറ്റ്.